Hello. Magic morning to all. Magic morning. Okay, Magic എവിടെ morning. Magic morning. ഓക്കെ ഓക്കെ എവിടെ എല്ലാരും മുന്നോട്ട് വരും. നമുക്കൊരു സ്പെഷ്യൽ Magic ഡേ morning. ആണ്. Magic Okay. morning. ഇന്ന് ബി മാജിക്കിന് ഒരു ചെറിയൊരു സ്പെഷ്യൽ ഡേ ഉണ്ട്. എന്താണെന്ന് ആരെങ്കിലും പറയാൻ പറ്റുമോ? 1700. അതെ 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 1700. ഓക്കെ. ആരെങ്കിലും ബാക്കിയുള്ളവർ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ പോസ്റ്റർ? നമുക്ക് ഇന്ന് ബി മാജിക്കിൽ 1700 ദിവസങ്ങൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഇത് ഒരിക്കലും ഒരു ചെറിയൊരു അച്ചീവ്മെന്റ് അല്ല. അപ്പൊ ഒരുപാട് കാലമായിട്ട് ഇപ്പൊ മണിസറയിലും സിന്ധു മാമിലും ഒരുപാട് പേര് നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ട് ഇനിയും ഇവിടുന്ന് അങ്ങോട്ടും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇനി ഇത് നല്ലൊരു ഹാപ്പി മൊമെന്റ് ആണ്. മാക്സിമം എല്ലാവരും ഒന്ന് ആക്റ്റീവ് ആയിട്ട് സെഷൻസിൽ ഇരിക്കുക. ഓക്കെ. അപ്പൊ നമുക്ക് സെഷനിലേക്ക് പോയാലോ? അപ്പോൾ ഇന്നത്തെ സെഷൻ എടുക്കുക നമുക്ക് JCI ഇന്ത്യ സോൺ ട്രെയിനർ ആയിട്ടുള്ള KCM താഹിർ സാറാണ്. താഹിർ സാർ ഓൾറെഡി നമുക്കൊരു സെഷൻ എടുത്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ഓക്കെ സാർ ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞ് 5 റൂൾസ് ഫോർ ലവബിൾ പേഴ്സൺ എന്നാണ്. ഓക്കെ താഹിർ സർ. ഹലോ താഹിർ സർ കേൾക്കുന്നുണ്ടോ? ജസ്റ്റ് 1 മിനിറ്റ് എനിക്കൊന്ന് മാക്സിമം എല്ലാവരും ഒന്ന് വീഡിയോ ഓൺ ചെയ്യാവോ? എനിക്ക് ആരും കാണാൻ പറ്റുന്നില്ല. ഓക്കെ താങ്ക് യു റോസ്ലി മാം. ഉണ്ണികൃഷ്ണ സർ. ഓക്കെ. താഹിർ സർ ഓക്കെ ആണോ? ഓക്കെ ഫൈൻ. സ്റ്റാർട്ട് ചെയ്യാം സർ. ഓക്കെ, താങ്ക് യു സോ മച്ച്. നമ്മള് അവസരങ്ങള് എന്ന് പറയുന്നത് എപ്പോഴും നമുക്കൊരു ഭയങ്കര കൊതിയുള്ള സംഗതിയാണ്. നമ്മള് പലപ്പോഴും പ്രത്യേകിച്ച് നമ്മളെ എടുത്ത് ഇങ്ങോട്ട് വരുന്ന അവസരങ്ങള് മറ്റെന്ത് കാര്യങ്ങളുണ്ടെങ്കിലും അതൊക്കെ മാറ്റിവെച്ച് ആ അവസരങ്ങളുടെ കൂടെ നിൽക്കുക എന്ന് പറയുന്നത് അതൊരു ഭയങ്കര ത്രില്ലിംഗ് ആണ് സത്യത്തിൽ. അതുപോലെയാണ് ഈ നമ്മളെ ബി മാജിക്കിന്റെ ഈ ഒരു 5 AM ക്ലബിന്റെ ഈ ഒരു അവസരം എന്ന് പറയുന്നത്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം നമ്മളുടെ കൂട്ടത്തിലുള്ള ചില ആളുകളോടൊക്കെ ഇങ്ങനെ പറഞ്ഞു, ഞാൻ 2ാമത്തെ സെഷൻ ബി മാജിക്കിൽ എടുക്കുകയാണ് എന്ന് പറഞ്ഞ സമയത്ത് എന്നോട് പറഞ്ഞു, ഒന്നല്ലാതെ അതിലധികം എടുക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. കാര്യം ഒന്ന് ഈ സമയത്തിൻ്റെതാണ്. ഈ സമയം അങ്ങനെ എല്ലാവർക്കും പറ്റുന്നൊരു സമയമല്ല. ഏതായാലും താങ്ക് യു സോ മച്ച് ഈ ഒരു അവസരം തന്നതിനുള്ള ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഞാൻ ആദ്യം തന്നെ അറിയിക്കാം. ഈ 28 പേര് അല്ലെങ്കിൽ 27 പേര്, ഇതിലുള്ള 27 പേര് എന്ന് പറയുന്നത് ഞാൻ കഴിഞ്ഞ നമ്മുടെ ക്ലാസ്സിലും പറഞ്ഞാണ് എന്ന് തോന്നുന്നുണ്ട്. ഇതിന് ചില്ലറ എഫേർട്ട് പോരാ. ഈ ഒരു മോർണിംഗ് സെഷനിൽ പങ്കെടുക്കുക എന്ന് പറഞ്ഞാൽ ചില്ലറ എഫേർട്ട് പോരാ. അത്രയും നേരത്തെ എഴുന്നേൽക്കുക, എന്നിട്ട് അതും ഒരു ഓൺലൈൻ ക്ലാസ്സിന് വേണ്ടി ഇരിക്കുക. ഒരു ഫിസിക്കൽ ക്ലാസ് ആണെങ്കിൽ ഇറ്റ്സ് ഫൈൻ, ബട്ട് അല്ലാതെ ഇങ്ങനെ ഒരു ഓൺലൈൻ ക്ലാസ്സിൽ ഇരിക്കുക എന്ന് പറയുന്നത് അതൊരു നല്ല ചലഞ്ചിങ്ങും ആണ്. മാത്രമല്ല അതൊരു ഡെഡിക്കേഷൻ ആണ്. സോ ഇതിലുള്ള പാർട്ടിസിപ്പൻസിനെ ഞാൻ ആദ്യമായിട്ട് ഒരു അഭിനന്ദിക്കുകയാണ്. നിങ്ങൾ ഭയങ്കര ഡെഡിക്കേറ്റഡ് ആണെന്ന് മാത്രമല്ല, നിങ്ങളുടെ ഈ എഫേർട്ട് ഉറപ്പായിട്ടും പേ ഓഫ് ചെയ്യട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. നമ്മള് സ്നേഹിക്കപ്പെടുക എന്നുള്ളത് തന്നെയാണ് ഏതൊരു മനുഷ്യനും ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്.
സ്നേഹിക്കപ്പെടുക എന്നുള്ളത് തന്നെയാണ് ഏതൊരു മനുഷ്യനും ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതും ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളതും അത് തന്നെയാണ്. ഈ സഹീർ എന്ന് പറയുന്ന പൗലോ കൊയ്ലോയുടെ പുസ്തകത്തില് ഇങ്ങനൊരു വാചകം പറയുന്നുണ്ട്. സ്നേഹം എന്ന് പറയുന്നതിനെ നമ്മൾ ഉപയോഗപ്പെടുത്തി തുടങ്ങിയാണ്. ഈ തീയിൽ നിന്നൊക്കെ നമ്മൾ ഊർജം കണ്ടെത്തിയതുപോലെ സ്നേഹത്തിൽ നിന്ന് ഊർജം കണ്ടെത്തി തുടങ്ങിയാൽ അത് തീയൊക്കെ കണ്ടുപിടിച്ചതുപോലെയുള്ള വലിയ മാറ്റങ്ങളായിരിക്കും, അല്ലെങ്കിൽ ഒരു വലിയൊരു മാറ്റത്തിന് തുടക്കമായിരിക്കും എന്ന് പൗലോ കൊയ്ലോ സഹീറിൽ പറയുന്നുണ്ട്. കാര്യം അത്രത്തോളം പവർഫുൾ ആണ് സ്നേഹം എന്ന് പറയുന്നത്. അത്രത്തോളം പവർഫുൾ ആണ്. സ്നേഹിക്കപ്പെടാൻ ഒരാളില്ലാതിരിക്കുക എന്നുള്ളത് അത് ശരിക്കും ഒരു മരണത്തിന് തുല്യമാണ് എന്നുള്ളതാണ് എനിക്കെപ്പോഴും തോന്നിയിട്ടുള്ള കാര്യം. ഇതൊരു പ്രണയം അല്ലെങ്കിൽ പ്രേമം എന്നുള്ളതല്ല ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ നമ്മുടെ ചുറ്റുമുള്ളവരാൽ സ്നേഹിക്കപ്പെടുക, നമ്മള് ആ ഒരു നമ്മളെ പരിഗണിക്കുക എന്നുള്ളത് തന്നെയാണ്. അതിനു വേണ്ടിയിട്ട് നമുക്കൊക്കെ അറിയുന്ന ചില കാര്യങ്ങളെ ഒന്ന് ഓർമ്മപ്പെടുത്തുക എന്നുള്ളത് മാത്രമാണ് ഇന്ന് എൻ്റെ ഉദ്ദേശമായിട്ടുള്ളത്. അതില് നമ്മൾ ഈ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന പുസ്തകത്തില് ഒരു വാചകം പറയുന്നത് ഇങ്ങനെയാണ്. നിങ്ങള് നെഗറ്റീവ് പറയുന്ന ആളുകളുടെ അടുത്ത് നിന്ന് എത്ര കണ്ട് ഒഴിഞ്ഞു നിൽക്കാൻ പറ്റുമോ അത്ര കണ്ട് നിങ്ങൾ ഒഴിഞ്ഞു നിൽക്കുക എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, അത് ഒരുപക്ഷെ നിങ്ങളുടെ കുടുംബക്കാരായിരിക്കാം, നിങ്ങളുടെ ഏറ്റവും അടുത്ത റിലേറ്റീവ് ആയിരിക്കാം. അപ്പോ അങ്ങനെയുള്ളവരെ എങ്ങനെയാണ് പിന്നെ നമ്മൾ ഒഴിച്ചു നിർത്തുക എന്നുള്ളൊരു ചോദ്യം ആറ്റിറ്റ്യൂഡ് എന്ന പുസ്തകത്തിൽ തന്നെ ചോദിച്ചിട്ട് അതിന് പറയുന്ന ഉത്തരം എങ്ങനെയാണ്? ഈ പറയുന്ന നെഗറ്റീവ് മാത്രം പറയുന്ന ചില ആളുകൾ, അത് കുടുംബക്കാരാണെങ്കിൽ അവരോടുള്ള സംസാരം നമ്മൾ മിനിമലായിട്ട് നിർത്തുക എന്നുള്ളതാണ്. ഏറ്റവും മിനിമലായിട്ട് നിർത്തുക എന്നുള്ളതാണ്. ഏറ്റവും ആവശ്യമുള്ള അല്ലെങ്കിൽ അത്യാവശ്യമുള്ള കാര്യങ്ങൾ മാത്രം അവരായിട്ട് സംസാരിക്കുക എന്നുള്ളതാണ് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന പുസ്തകത്തിൽ പറയുന്നത്. കാര്യം നമ്മള് പോസിറ്റീവായിട്ടിരിക്കുന്നില്ലെങ്കിൽ നമ്മളുടെ കൂടെയുള്ളവർക്ക് യാതൊരു തരത്തിലും ഒരു പോസിറ്റിവിറ്റി ഉണ്ടാവില്ല. നമ്മൾ പോസിറ്റീവായിട്ട് ഇരിക്കുന്നില്ലെങ്കിൽ നമ്മൾക്കൊരു പോസിറ്റീവ് ചിന്താഗതി നമ്മൾക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ നമ്മളുടെ കൂടെ വരാൻ ആളുകൾ കുറവായിരിക്കും എന്നുള്ളതാണ്. സോ അതിനാദ്യം വേണ്ടത് നമുക്ക് നമ്മുടെ ചുറ്റുമുള്ള പോസിറ്റീവ് അല്ലാതെ, ഇപ്പം എൻ്റെ കുടുംബത്തില് ഇങ്ങനെ ഒരു റിലേറ്റീവ് ഞങ്ങളുടെ ഒരു കുടുംബ സംഗമം ഇങ്ങനെ പ്ലാൻ ചെയ്യാണ്. ഇപ്പം സ്വാഭാവികമായിട്ടും JC ആയിട്ട് ബന്ധപ്പെട്ടൊക്കെ കുറെ പ്രോഗ്രാമുകൾ ഓർഗനൈസ് ചെയ്യുന്ന ആള് എന്നുള്ള നിലക്ക് ഞാനും കൂടെ ഉണ്ട് ആ മീറ്റിങ്ങിൽ. അപ്പൊ എന്നോട് ചോദിച്ചു, താഴെ എങ്ങനെയാണ് നമ്മൾ കുടുംബസംഗമം നമ്മൾ പ്ലാൻ ചെയ്യാന്ന് ചോദിച്ചു. അപ്പോ ഞാൻ കുറച്ച് സജഷൻസ് പറഞ്ഞ സമയത്ത് പറഞ്ഞു, ആദ്യം ഒരു സജഷൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, നമുക്കിതൊരു ഹാളെന്നാക്കാം എന്ന് പറഞ്ഞു. അപ്പൊ ആ സമയത്ത് അദ്ദേഹം പറഞ്ഞു, അത് നടക്കില്ല, അത് പറ്റില്ല, അതിന് ഇന്നെന്ന പ്രശ്നമുണ്ടെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു, ഇനി അങ്ങനല്ല, ഹോളെന്നല്ലെങ്കിൽ നമ്മൾ ഇവിടെ തന്നെ നമ്മുടെ തറവാടിരിക്കുന്ന സ്ഥലത്ത് തന്നെയാണ് നമ്മൾ ആക്കുന്നത്, അതിന് ഇന്ന സാധനങ്ങൾ വേണം. അപ്പൊ പറഞ്ഞു, അതും പറ്റില്ല, അതൊന്നും നടക്കില്ല, ഇത്ര ആളുകൾ ഉണ്ടാവണം, ഇത്ര ആളുകൾ നമുക്ക് എത്തിക്കാൻ പറ്റണം, അതും നടക്കൂല. അങ്ങനെ സകല കാര്യങ്ങൾക്ക് ഇദ്ദേഹം ഇങ്ങനെ നെഗറ്റീവ് മാത്രം ഇങ്ങനെ പറഞ്ഞു. അപ്പം അവസാനം ഞാൻ പറഞ്ഞു, ഇനി ഇതൊക്കെ നിങ്ങൾ നടക്കില്ല എന്നാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ ഞാൻ ഈ പണിക്കില്ല. എന്നിട്ട് അവസാനം പറഞ്ഞു, ഇനി ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാണ്, സ്റ്റേജ് ഞാൻ കൈകാര്യം ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ട് എനിക്ക് വിട്ടുതരണം. അതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സജഷൻസ് പറയാം, അതിനപ്പുറത്തേക്ക് ഇടപെടലുകൾ ഞാൻ അനുവദിക്കില്ല എന്ന് തന്നെ ഞാൻ പറയേണ്ടി വന്നു. എൻ്റെ ഏറ്റവും അടുത്ത എൻ്റെ കസിൻസ് ആയിട്ടുള്ള, അല്ലെങ്കിൽ എൻ്റെ അത്രയും അടുത്ത കുടുംബക്കാർ തന്നെയാണ്. പക്ഷെ അത് പറയേണ്ടി വന്നു. കാര്യം എല്ലാത്തിനും നെഗറ്റീവ് പറയുക എന്ന് പറയുമ്പോൾ അത് നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ്.
സോ ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെ പിന്നെ നമ്മൾ നിൽക്കുന്ന സമയത്ത് നമുക്കും അങ്ങനെ ഒരു നെഗറ്റീവ് എനർജിയാണ് നമുക്ക് ഉണ്ടാവുക അത്തരത്തിലുള്ള ആളുകളായിട്ട് നമ്മൾ ഇടപെടുമ്പോൾ. സോ അതിനെ ഏറ്റവും നന്നായിട്ട് അത്തരത്തിൽ പോസിറ്റീവ് എനർജി ഉള്ള ആളുകളുമായി നമ്മൾ നിരന്തരം, ചില ആളുകൾ അങ്ങനെയാണ്, ചില ആളുകൾക്ക് എന്ത് കാര്യം ഉണ്ടെങ്കിലും ദേവർ റെഡി, അവര് എല്ലാത്തിനെയും, ഏത് കാര്യത്തിനെയും അവർ പോസിറ്റീവായിട്ട് അവർ കാണുള്ളൂ, ഏത് കാര്യത്തിനെയും. അങ്ങനെയുള്ള ആളുകളുടെ ചുറ്റും പിന്നെ അങ്ങനെയുള്ള ആളുകളുടെ ചുറ്റും ആളുകളും ഉണ്ടാവും. അവര് 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 അവരെല്ലാ കാര്യത്തിനും അവരെവിടെ പോയാലും അവരുടെ കൂടെ ആളുകൾ ഉണ്ടാവും. ചില ആളുകൾ നമുക്ക് നോക്കിയാൽ തന്നെ നമുക്കറിയാം, ചില ആളുകൾ ഏതെങ്കിലും സദസ്സിലുണ്ടെങ്കിൽ അവർക്ക് ചുറ്റും എങ്ങനെയെങ്കിലുമൊക്കെ ആയിട്ട് ആളുണ്ടാവും. എങ്ങനെങ്കിലുമൊക്കെ ആയിട്ട് ഒരു രണ്ടുപേരെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് അവർക്ക് ചുറ്റുമായിട്ടുണ്ടാവും. സോ അത് നമ്മളുടെ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് കൊണ്ട് തന്നെയാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സോ ഒറ്റ സെക്കൻഡ്, വൺ സെക്കൻഡ്. Recording in progress. ഓക്കെ, ഞാൻ ഒന്ന് സിസ്റ്റത്തിലേക്ക് മാറ്റിയതാണ്. സോ നമ്മൾ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡുള്ള ആളുകളായിട്ട് നമ്മൾ എന്ത് കാര്യത്തിനെയും പോസിറ്റീവായിട്ട് എടുക്കാൻ സാധിക്കുക എന്നുള്ളത് അതൊരു വലിയ ക്വാളിറ്റിയാണ്. ഞാൻ എൻ്റെ എൻ്റെ ജീവിതത്തിൽ ഞാൻ അത്ര വലിയ സങ്കടങ്ങൾ അനുഭവിച്ചു വന്ന ഒരാളൊന്നുമല്ല. ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ ചെറുപ്പം തൊട്ട് അത്യാവശ്യം നല്ല സാമ്പത്തിക സ്ഥിതിയിൽ തന്നെ ജീവിച്ചു വളർന്ന ആളാണ്. എനിക്ക് ചുറ്റും എന്നെ പാമ്പർ ചെയ്യാൻ ആളുകൾ ഉണ്ടായിരുന്നു. എനിക്ക് ചുറ്റും എൻ്റെ എല്ലാ കാര്യങ്ങൾക്കും കൃത്യമായി അഡ്വൈസ് തരാൻ ആളുകൾ ഉണ്ടായിരുന്നു. സോ അങ്ങനെ വളർന്നു വന്ന ഞാൻ കഴിഞ്ഞ 2022 എക്സാക്ട് 2023 ജനുവരി 16 നമ്മളൊട്ടും പ്രതീക്ഷിക്കാത്തൊരു സംഗതി എൻ്റെ ജീവിതത്തിൽ നടക്കുകയാണ്. എൻ്റെ കല്യാണം കഴിഞ്ഞു. ഞങ്ങൾ വളരെ 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 ആഹ്ലാദത്തോടു കൂടി ഞങ്ങളുടെ കുട്ടിയെ വരവേൽക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ, അല്ലെങ്കിൽ അതിനു വേണ്ടി ഞങ്ങളിങ്ങനെ മനസ്സുകൊണ്ട് നമുക്ക് എന്ത് പേരിടണം എന്നൊക്കെ ആലോചിച്ചിങ്ങനെ നിൽക്കുന്ന സമയത്താണ് 5.5 മാസമായ സമയത്ത് പെട്ടെന്ന് ബ്ലീഡിങ് ഉണ്ടാവുകയും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയും ഒക്കെ ചെയ്യുകയും ആ കുട്ടിയെ പ്രസവിക്കുകയും 5.5 മാസമായ സമയത്ത് കുട്ടിയെ പ്രസവിക്കുകയും കുട്ടി മരിക്കുകയും ചെയ്യുന്നത്. സോ എൻ്റെ ജീവിതത്തിൽ അത്രയും വലിയ ഒരു സിറ്റുവേഷനെ ഞാൻ ഹാൻഡിൽ ചെയ്തിട്ടില്ല മുമ്പൊന്നും. ചില മരണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും അത്രയും ഞാൻ മാത്രം ഹാൻഡിൽ ചെയ്യേണ്ട, എന്നെ മാത്രം ബാധിക്കുന്ന, അല്ലെങ്കിൽ അങ്ങനെ എന്നെ അത്രയും ബാധിക്കുന്ന ഒരു സംഗതികൾ അതിന് മുമ്പ് ഉണ്ടായിട്ടില്ല. സോ ആ ഒരു സമയത്ത് ആ 2 ദിവസം 3 ദിവസം കഴിഞ്ഞ് നമ്മൾ പിന്നെ സ്കൂളിലേക്ക് ഇറങ്ങിയ സമയത്ത് ഒരു പെൺകുട്ടി, എൻ്റെ ക്ലാസ്സിൽ ഞാൻ പഠിപ്പിക്കുന്ന എൻ്റെ ക്ലാസ്സിലുള്ള ഒരു പെൺകുട്ടി, ഇത് കഴിഞ്ഞ് 3-ാം ദിവസം ഞാൻ സ്കൂളിലേക്ക് ആദ്യമായിട്ട് പോവാണ്. ഒരു കുഞ്ഞ് അത്ര എൻ്റെ കയ്യിലേക്ക് കൊണ്ടുത്തരികയാണ്. അപ്പം എൻ്റെ കയ്യിലേക്ക് കൊണ്ടുത്തന്ന സമയത്ത് ഞാൻ ആ കുട്ടിയോട് ഞാൻ പറഞ്ഞു, ഈ ഒരു അത്തറിന് വലിയ വിലയുണ്ട്. എൻ്റെ ഹൃദയവേദനയുടെ വിലയുണ്ട് എന്ന് ഞാനെന്ന് പറഞ്ഞു. 6-ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയാണ്. അങ്ങനെ ഇത് കഴിഞ്ഞു. നമ്മളെല്ലാ വർഷവും കുട്ടികളെ കൊണ്ട് ഫീഡ്ബാക്ക് എഴുതിക്കുന്ന ഒരു പരിപാടി എനിക്കുണ്ട് എല്ലാ വർഷത്തിൻ്റെ അവസാനത്തിൽ. അപ്പം ഈ കുട്ടി 6-ാം ക്ലാസ്സിൽ നിന്ന് കുട്ടി എഴുതി, ചെറിയ സമ്മാനങ്ങൾ കൊണ്ട് ചില ആളുകൾക്ക് വലിയ ആശ്വാസം പകരാൻ കഴിയുമെന്ന് പഠിപ്പിച്ച സാറാണ് നിങ്ങൾ എന്ന് പറഞ്ഞു. അപ്പോൾ എന്നിട്ട് ചോദിച്ചു, എന്തായിരുന്നു നിങ്ങളുടെ അത്രയും വലിയ ഹൃദയവേദനയ്ക്കുള്ള കാരണം എന്നാ കുട്ടി ചോദിച്ചു. സോ
അപ്പം ഞാൻ ആ കുട്ടിയോട് കാര്യം പറഞ്ഞു. പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത്, എൻ്റെ ജീവിതത്തിൽ അത്തരത്തിലുള്ളൊരു വലിയ പ്രശ്നം ഉണ്ടാവുകയും ആ, അതിൽ നിന്ന് ഒരു പരിധി വരെ ഒരു കുഞ്ഞു അത്തറിന് എനിക്ക് വലിയ ആശ്വാസം തരാൻ സാധിച്ചു എന്നുള്ളത് ഉറപ്പായിട്ടും ഞാൻ അതിൽ എഫേർട്ട് ഇട്ടിട്ടുള്ളത് കൊണ്ട് തന്നെയാണ്. എനിക്ക് പോസിറ്റീവായിട്ടിരിക്കണം, എനിക്കിതിൽ കുടുങ്ങി നിൽക്കരുത് എന്ന് ഞാൻ ആഗ്രഹിച്ചത് കൊണ്ട് തന്നെയാണ്. മാത്രമല്ല, പിന്നീട് ഞാൻ ആലോചിച്ച് നോക്കുന്ന സമയത്ത് ഇത് എന്നെ വല്ലാതെ സ്ട്രോങ് ആക്കാൻ വേണ്ടി ഇടക്ക് പിന്നെ തന്നൊരു ഒരു പരീക്ഷണമാണ്, അല്ലെങ്കിൽ അതിനുള്ള ഒരു സംഭവമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. കാര്യം അതിനുശേഷം പല പ്രശ്നങ്ങൾ വരുന്ന സമയത്തും മറ്റതിൻ്റെ അത്രയൊന്നും ഇതില്ല, അല്ലെങ്കിൽ അതിനെ ഓവർകം ചെയ്തില്ലേ, ഇതിനെയും ഓവർകം ചെയ്യാം എന്നുള്ളൊരു സംഗതി നമ്മളുടെ മനസ്സിൽ ഓട്ടോമാറ്റിക്കലി ഉണ്ടാവും. മാത്രമല്ല, നമ്മൾ ഒരു പിന്നെ നമ്മളൊരു AC ഇട്ട റൂമിൽ നമ്മൾ കുറേ നേരം നിൽക്കുന്ന സമയത്ത് ഒരു പക്ഷേ നമുക്ക് പുറത്ത് എത്രത്തോളം ചൂടുണ്ടെന്നും നമ്മൾ എത്രത്തോളം സുഖത്തിലാണ് നിൽക്കുന്നത് എന്നുള്ളത് ചിലപ്പോൾ നമുക്ക് മനസ്സിലാക്കിക്കൊള്ളുന്നില്ല. പിന്നെ നമ്മളുടെ ശരീരം അതുമായിട്ട് അഡോപ്റ്റ് ആവും കുറേ. അപ്പോൾ ഇടക്ക് നമ്മളെ AC ഇട്ട റൂമിൽ നിന്ന് നമ്മളൊന്ന് പുറത്തിറങ്ങി കയറുമ്പോഴാണ് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകുക നമ്മൾ എത്രത്തോളം മനോഹരമായി, അല്ലെങ്കിൽ എത്രത്തോളം ഗംഭീരമായിട്ടാണ് നമ്മൾ അതിൽ നിന്നിരുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. സോ ഏറ്റവും ഫസ്റ്റുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മൾ പോസിറ്റീവായിട്ടിരിക്കുക എന്നുള്ളതാണ്. പോസിറ്റീവായിട്ട് നമ്മൾ സംസാരിക്കുക എന്നുള്ളതാണ്. പോസിറ്റീവായിട്ട് നമ്മുടെ കൂടെയുള്ളവരോട് ഇടപഴകുക എന്നുള്ളതാണ്. അങ്ങനെ ആവുമ്പോൾ നമ്മളെ സ്നേഹിക്കാൻ ആളുകൾ ഉണ്ടാവും എന്നുള്ളതാണ്. സോ നമ്മള് നമ്മള് ഏറ്റവും ഫസ്റ്റിലത്തെ കാര്യം അതാണ്. നമ്മളുടെ മനസ്സിലൊരു പോസിറ്റീവ് മനോഭാവം ഉണ്ടായിരിക്കുക എന്നുള്ളത് തന്നെയാണ് ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത്. ദെൻ നമ്മള് നമ്മൾ കൊടുക്കുന്നത് തന്നെയാണ് പലപ്പോഴും നമുക്ക് തിരിച്ചു കിട്ടാറുള്ളത്. നമ്മൾ മറ്റുള്ളവരോട്, നമ്മുടെ കൂടെയുള്ളവരോട് ഒരു ദയ, അല്ലെങ്കിൽ ഒരു സ്നേഹം, ഒരു കരുണ, അല്ലെങ്കിൽ അനുകമ്പ, ഇതൊക്കെ കാണിക്കുക എന്നുള്ളതാണ്. എന്താണ് അവരെ കേൾക്കാൻ തയ്യാറാവുക, നമ്മുടെ കൂടെയുള്ളവരെ കേൾക്കാൻ തയ്യാറാവുക. ഇപ്പം ഞാനൊക്കെ നന്നായിട്ട് സംസാരിക്കുന്ന ആളാ, പക്ഷെ ഒരു പരിധി വരെ എനിക്ക് കേൾക്കുക എന്ന് പറയുന്നത് അത്ര വലിയ എളുപ്പമുള്ള കാര്യമല്ലായിരുന്നു. ഒരു കാര്യം കേട്ടിരിക്കുക എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കിഷ്ടം പറയുക എന്നുള്ളത്, മറ്റുള്ളവരെ കേൾക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് പലപ്പോഴും എൻ്റെ തുടക്കകാലത്ത് ഞാൻ കല്യാണം കഴിക്കുന്നതിന് മുമ്പ്, ഏകദേശം ഒരു 4-5 വർഷങ്ങൾക്ക് മുമ്പൊക്കെ എൻ്റെ വൈഫ് പറയായിരുന്നു, പിന്നെ നിങ്ങള് മര്യാദക്ക് കേട്ടിരിക്കില്ല എന്നോട് പറയാറുണ്ടായിരുന്നു. പക്ഷേ ഞാൻ അത്ര ഒരു ലവബിൾ പേഴ്സൺ ഒന്നും അല്ലായിരുന്നു ആ സമയത്ത്. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മളെ കേട്ടിരിക്കാൻ, നമ്മളുടെ കൂടെയുള്ളവരെ കേട്ടിരിക്കാൻ നമ്മൾക്ക് പറ്റേണ്ടതുണ്ട്. ഓക്കെ, അതൊരു പക്ഷേ നമ്മൾ അത്തരത്തിലുള്ള ആളല്ലെങ്കിൽ നമുക്കത് ബിൽഡ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. നമ്മൾ കഷ്ടപ്പെട്ട് നമ്മൾ അതിൽ വർക്ക് ചെയ്താൽ നമുക്ക് അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് നമുക്ക് ബിൽഡ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. അതിനുള്ളൊരു ഉദാഹരണമാണ് എനിക്കിപ്പോൾ ഞാൻ കേട്ടിരിക്കാറുണ്ട് ബാക്കിയുള്ളവരെ. നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോകുന്ന സമയത്ത്, പ്രത്യേകിച്ച് നമ്മളൊരു ബസ്സിലൊക്കെ വളരെ അപൂർവമായിട്ടാണെങ്കിൽ നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മളെ കൂടെയുള്ളവരെ നമ്മളൊന്ന് കേൾക്കാൻ തയ്യാറായാൽ അവർക്ക് മനോഹരമായ കഥകളെ പറയാനുണ്ടാവും. മനോഹരമായ കഥകളെ അവർക്ക് പറയാനുണ്ടാവും. മനോഹരമായ ജീവിതാനുഭവങ്ങളെ അവർക്ക് പറയാനുണ്ടാവും. അത് നമ്മൾ കേട്ടിരുന്നാൽ മാത്രം മതിയാവും. ഒരുപക്ഷെ അവരൊരു വലിയ ഭാണ്ഡക്കെട്ടായിരിക്കും അവരെ ഇറക്കി വെക്കുന്നുണ്ടാവുക. വലിയ അവരുടെ സങ്കടങ്ങളുടെ, അവരുടെ ആധിയുടെ, ആശങ്കയുടെ വലിയ വലിയ ഭാണ്ഡക്കെട്ടുകളായിരിക്കും ഇറക്കി വെക്കുന്നുണ്ട്. നമുക്കതിൽ യാതൊരുവിധ കാര്യവും ഉണ്ടാവില്ല. പക്ഷെ നമുക്ക് ചിലപ്പോൾ അവർക്ക് ഒരു നല്ല അഡ്വൈസ് കൊടുക്കാൻ പോലും ചിലപ്പോൾ ചില കാര്യങ്ങൾ ഉണ്ടാവില്ല. പക്ഷേ അത് കേട്ടിരിക്കുക എന്നുള്ളത് അത് മനോഹരമായ ഒരു പരിപാടിയാണ് എന്ന് മാത്രമല്ല, കേട്ടിരിക്കുന്ന അല്ലെങ്കിൽ അത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് വലിയ ആശ്വാസം നൽകാൻ കൂടി കഴിയുന്നതാണ്. അങ്ങനെ നമ്മൾ ബാക്കിയുള്ളവരെ കേൾക്കാൻ തയ്യാറാവുമ്പോഴാണ് നമ്മളുടെ ചുറ്റും ആളുകൾ കൂടുക എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമ്മൾ കേൾക്കുക. നമ്മളെപ്പോഴും പറയാറുണ്ടല്ലോ, പിന്നെ
ഒരു വായും രണ്ട് ചെവിയും തന്നിട്ടുള്ളത് കൂടുതൽ കേൾക്കാനും കുറച്ച് പറയാനാണ് പറയാനുമാണ് എന്നുള്ളത് നമ്മൾ പലപ്പോഴും പറയുന്നതാണ്. സോ നമ്മൾ കൂടുതൽ കേൾക്കുക എന്നുള്ളത് നമുക്ക് ചുറ്റും ആളുകൾ കൂടാൻ സഹായിക്കും എന്നുള്ളതാണ്. അവരോട്, നമ്മുടെ ചുറ്റുമുള്ളവരോട് ദയയും സ്നേഹവും അനുകമ്പയും കാണിക്കുമ്പോഴാണ് അത് നമുക്ക് തിരിച്ചു കിട്ടുന്നത്, നമ്മളുടെ ചുറ്റും ആള് കൂടുന്നത് എന്നുള്ളതാണ്. സോ പിന്നെ നമ്മള് പലപ്പോഴും പലരും പറയാറുണ്ട്, നമ്മൾ ഫേക്ക് ചെയ്യാതിരിക്കുക എന്ന് പറയാറുണ്ട്. ഫേക്ക് ചെയ്യാതിരിക്കുക ഇൻ ദ സെൻസ് നമ്മള് എന്താണ്, നമ്മളൊരു ഒരു ഒരു ജെന്യൂൻ അല്ലാതിരിക്കുക, ഏഹ് അല്ലെങ്കിൽ ഓതന്റിക് അല്ലാതിരിക്കുക ബാക്കിയുള്ളവരോട്. അങ്ങനെ നമ്മൾ ഒരു മാസ്ക് ഇട്ട് മറ്റുള്ളവരോട് നമ്മൾ പെരുമാറുക എന്ന് പറയുന്നത് അത് അത്ര ഒരു നല്ല ക്വാളിറ്റി അല്ല എന്ന് മാത്രമല്ല, നമ്മളുടെ അപ്പുറത്തിരിക്കുന്നവന് മിക്കവാറും മനസ്സിലാവും നമ്മളൊരു മാസ്ക് ഇട്ടിട്ടാണ് സംസാരിക്കുന്നത് എന്നുള്ളത്. ഒരു പരിധി വരെ നമുക്ക് മനസ്സിലാവും. ഇനി നല്ല അഭിനേതാവൊക്കെ ആണെങ്കിൽ ഓഫ് കോഴ്സ് അത് മനസ്സിലാവില്ല, എന്നാലും ഒരു പരിധി വരെ മനസ്സിലാവും. മാത്രമല്ല, അത്തരത്തിലുള്ള ആളുകളുടെ ചുറ്റും ആള് കൂടാൻ വലിയ പ്രയാസമാണ്. നിങ്ങൾ ഏറ്റവും ജെന്യൂൻ ആയിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. നിങ്ങളെന്താണോ അത് നിങ്ങളൊരു തുറന്ന പുസ്തകമായി നിങ്ങൾ മറ്റുള്ളവരോട് ഇടപെടുമ്പോഴാണ് നിങ്ങളെ സ്നേഹിക്കാൻ ആളുകൾ ഉണ്ടാവുക എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷേ ഒരു പ്രശ്നം കൂടിയുണ്ട്. ഇപ്പം ഞാൻ നന്നായി ദേഷ്യപ്പെടുന്ന ആളാണ് എന്ന് വിചാരിക്കാം, ഞാൻ പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ആളാണ് എന്ന് വിചാരിക്കുക. നമ്മൾ ഈ ഒരു ആറ്റിറ്റ്യൂഡിന്റെ പുറമെ വെച്ചിട്ട് നമ്മൾ ജെന്യൂൻ ആണ്, പിന്നെ ഞാൻ ഇങ്ങനെയാണ് എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ് ഞാൻ ബാക്കിയുള്ളവരോട് ഇടപെടേണ്ടത് എന്ന് വിചാരിച്ചിട്ട് ഞാൻ നന്നായിട്ട് ദേഷ്യപ്പെടുന്ന ആളാണെങ്കിൽ, അതേപോലെ നമ്മളുടെ കൂടെയുള്ളവരോട് നമ്മൾ ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ അത് ഒരിക്കലും പറ്റില്ല, അല്ലെങ്കിൽ അത് ഒരിക്കലും നല്ല ക്വാളിറ്റി അല്ല, ഉറപ്പായിട്ടും. സോ അങ്ങനെ ചില സമയങ്ങളിൽ നമ്മൾ അതിന് കോമൺ സെൻസ് എന്നാണ് പറയുക. ചില സന്ദർഭങ്ങളിൽ നമ്മൾ ചിലപ്പോൾ ഫേക്ക് ചെയ്യേണ്ടി വരും. ചിലപ്പം നമ്മൾ കൃത്യമായി ചിരിക്കാത്ത ഒരാളാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് ചിരിക്കേണ്ടി വരും, ഒരു പുഞ്ചിരിക്കേണ്ടി വരും ചിലപ്പോൾ നമ്മൾ. പക്ഷേ അതിനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ കുറച്ച് നമ്മളിതിങ്ങനെ ഫേക്ക് ചെയ്ത് തുടങ്ങുന്ന സമയത്ത്, ഇപ്പം കൃത്യമായി പുഞ്ചിരിക്കാത്ത അല്ലെങ്കിൽ സ്ഥിരമായി പുഞ്ചിരിക്കാത്ത ഒരാളാണ്, മറ്റുള്ളവരോട് എപ്പോഴും പുഞ്ചിരിക്കുക എന്ന് പറയുന്നത് ഒരു മനോഹരമായ ഒരു പ്രവൃത്തിയുടെ ഭാഗമാണ് എന്നുള്ളത് കൊണ്ട് ഞാൻ പുഞ്ചിരിച്ചു തുടങ്ങിയാൽ ആദ്യമൊക്കെ അത് ഫേക്ക് ചെയ്യേണ്ടി വരും. പക്ഷെ പിന്നീട് അത് നമ്മളുടെ ആറ്റിറ്റ്യൂഡായി, നമ്മളുടെ സ്വഭാവത്തിന്റെ ഭാഗമായി മാറും എന്നുള്ളതാണ്. സോ അങ്ങനെ നമുക്ക് കുറച്ചൊക്കെ ഫേക്ക് ചെയ്യാം. പക്ഷെ അതിന്റെ ഉദ്ദേശം ഷുഡ് ബി അത് നമ്മളുടെ ഒരു സ്വഭാവമായി മാറുക എന്നുള്ളതായിരിക്കണം എന്ന് മാത്രം. സോ നമ്മളുടെ കൂടെയുള്ളവരോട് നമ്മൾ ജെന്യൂൻ ആയിരിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമുള്ളത്. നമ്മുടെ കൂടെ ആളുകൾ കൂടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പിന്നെ ഒരു കാര്യമാണ് നമ്മൾ ജെന്യൂൻ ആയിരിക്കുക എന്നുള്ളത്. നമ്മളുടെ കൂടെയുള്ള ഒരുപക്ഷെ നമ്മുടെ സഹപ്രവർത്തകരായിരിക്കാം, നമ്മളുടെ കൂടെയുള്ളവരായിരിക്കാം, ഇൻ ദ സെൻസ് നമ്മളുടെ കൂടെ യാത്ര ചെയ്യുന്നവരാവാം. ചിലപ്പോൾ ഒരു ജസ്റ്റ് 1 സെക്കൻഡ് കാണുന്ന ആളുകളാണെങ്കിൽ പോലും, അവരോടാണെങ്കിൽ പോലും നമ്മളുടെ ജെന്യൂനിറ്റി നമ്മൾ കാണിക്കണം എന്നുള്ളതാണ്. പിന്നെ അടുത്തൊരു കാര്യമുള്ളത്, നമുക്ക് വിശ്വാസം ഇല്ലെങ്കിൽ വേറൊരാൾക്ക് നമ്മളെ വിശ്വാസം ഉണ്ടാവില്ല എന്നുള്ളത് തീർച്ചയാണ്. നമ്മളിൽ ആദ്യം ഒരു വിശ്വാസം ഉണ്ടാവണം, ഒരു കോൺഫിഡൻസ് ഉണ്ടാവണം. അത് വളരെ പ്രധാനപ്പെട്ടാണ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പം ചില പരിപാടികൾ ഓർഗനൈസ് ചെയ്യുന്ന സമയത്ത് എനിക്ക് തോന്നിയിട്ടുണ്ട്, ഇത് നടക്കില്ല ഒരു ലെവലിലാണെങ്കിൽ, ഇതിപ്പം ഞാൻ വിചാരിച്ച പോലെ ഒന്നും കാര്യങ്ങൾ നടക്കില്ല എന്ന് ഞാൻ വിചാരിച്ചാൽ അത് ഞാൻ വിചാരിച്ച പോലെ നടക്കില്ല. പക്ഷേ ഇത് നടക്കും ഒരു ശുഭാപ്തി വിശ്വാസമോ അല്ലെങ്കിൽ അങ്ങനെ ഒരു കോൺഫിഡൻസ് നമ്മൾക്ക് ഉണ്ടെങ്കിൽ അത് വളരെ ഗംഭീരമായിട്ട് നടക്കുകയും ചെയ്യും. അത് കുഞ്ഞു കാര്യമാണെങ്കിൽ പോലും. ഈ പൗലോ കൊയ്ലോ പറയുന്നൊരു സംഗതി
നമ്മൾ കേട്ടിട്ടുള്ളതാണ്. നമ്മളൊരു സാധനത്തെ വല്ലാതെ ആഗ്രഹിച്ചാൽ നമ്മുടെ യൂണിവേഴ്സ് അതിനു വേണ്ടി കൂടെ നിൽക്കും എന്നുള്ളതാണ്. സോ നമ്മളൊരു കുഞ്ഞു കാര്യത്തിലാണെങ്കിൽ പോലും അതിൻ്റെ എക്സ്ട്രീം ആഗ്രഹിക്കുക എന്ന് പറയുമ്പോൾ അതിൽ നമ്മൾ ആ ചെയ്യുന്ന പരിപാടിയിൽ, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ നമ്മൾ കോൺഫിഡൻ്റ് ആവുക എന്ന് കൂടി അതിനർത്ഥമുണ്ട്. ഓക്കെ, ഇപ്പം ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാനിപ്പം ഒരു ട്രെയിനറാണ്. അപ്പം എനിക്ക് ആഗ്രഹമുണ്ട് എനിക്ക് ഇതിൽ സക്സസ് ആവണം എന്നുള്ളത്. അതെൻ്റെ ആഗ്രഹമാണ്, ഓഫ് കോഴ്സ് എൻ്റെ ആഗ്രഹമാണ്. എനിക്ക് ലോകം മുഴുവൻ ക്ലാസ് എടുക്കണം എന്നുള്ളത് എൻ്റെ ആഗ്രഹമാണ്. പക്ഷെ അതിൻ്റെ അപ്പുറത്തേക്ക് എന്നെ കൊണ്ട് ഇത് പറ്റും എന്നുള്ള ശുഭാപ്തി വിശ്വാസം കൂടി, അല്ലെങ്കിൽ അങ്ങനെ ഒരു കോൺഫിഡൻസ് കൂടി എനിക്കുണ്ടെങ്കിൽ മാത്രമേ എന്നെ കൊണ്ട് ഇത് പറ്റുള്ളൂ. ഇനി ഞാൻ എത്ര ആഗ്രഹിച്ചാലും ഈ ഒരു കോൺഫിഡൻസ് എനിക്കില്ലെങ്കിൽ എൻ്റെ ഗ്രാഫ് താഴോട്ടേ പോവുള്ളൂ. സോ അതാണ് നമ്മളിൽ നമ്മുടെ ആൾക്കാരെ എന്ന് പറയുന്നത് എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് നമ്മളുടെ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ളത് എനിക്ക് തോന്നുന്നു 5 പോയിന്റ്സ് ആണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഈ 5 പോയിന്റ്സ് ആണെങ്കിലും നമ്മൾക്ക് നമ്മുടെ ചുറ്റും ആളുകൾ കൂടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് ഞാൻ ആദ്യം പറഞ്ഞ കാര്യം നമ്മളിലൊരു പോസിറ്റീവ് മനോഭാവം ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ്. നമ്മളുടെ കൂടെയുള്ളവരോട്, നമ്മളുടെ ചുറ്റുമുള്ളവരോട്, നമ്മളെ അടുത്തേക്ക് വരുന്ന ആളുകളോട് അവരോട് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് നമ്മൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. ഇപ്പം ഞങ്ങളുടെ JCAയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, എല്ലാ ആഴ്ചയും നടക്കുന്ന പ്രോഗ്രാമിൽ ഞങ്ങൾ ആദ്യം പറഞ്ഞൊരു സാധനം, ഇവിടെ നെഗറ്റീവ് എന്ന് പറയുന്ന ഒരു സംഗതി ഇല്ല. അതിൽ നമ്മൾ ഒരാളൊരു 10 മിനിറ്റ് ഒരു പ്രോഗ്രാം അവതരിപ്പിക്കുകയും അല്ലെങ്കിൽ ഒരു സംഗതി പ്രസന്റ് ചെയ്യുകയും അതിനെ കൃത്യമായി വാല്യൂറ്റ് ചെയ്യുകയും ചെയ്യാറുണ്ട്. അപ്പം ആ സമയത്ത് നമ്മൾ പറയുന്നൊരു സംഗതി ഉണ്ട്, ഇതിൽ ഒന്ന് പോസിറ്റീവ് കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ അല്ലാത്ത കാര്യങ്ങൾ പറയുള്ളൂ. എന്തൊക്കെ പോസിറ്റീവ് കാര്യങ്ങളുണ്ടോ അതൊക്കെ പറഞ്ഞതിന് ശേഷം മാത്രമേ ബാക്കിയുള്ള കാര്യങ്ങൾ പറയുള്ളൂ എന്നുള്ളതാണ് ഒന്നാമത്തെ കണ്ടീഷൻ. 2, ഇവിടെ നെഗറ്റീവ് ഇല്ല, ഡ്രോബാക്സ് ഇല്ല. ഇവിടെ ഉള്ളത് ഏരിയ ഓഫ് ഇംപ്രൂവ്മെന്റ് മാത്രമാണ്. ഇംപ്രൂവ് ചെയ്യാനുള്ള ഏരിയകളെ നമ്മൾ കാണിച്ചു തരുന്നു എന്നുള്ളത് മാത്രമാണ്. അതുകൊണ്ട് അവിടെ വരുന്ന ആളുകൾക്ക് അതൊരു വലിയ ആശ്വാസമാണ് ശരിക്കും പറയുകയാണെങ്കിൽ. കാര്യം പലപ്പോഴും പല സ്ഥലത്ത് നമ്മളിങ്ങനെ കീറി മുറിക്കുന്നത് കാണാം. അതല്ലാതെ നിങ്ങൾ ഇന്നെന്ന കാര്യങ്ങളാണ് നിങ്ങൾ അതിൽ ഇംപ്രൂവ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു കാണിക്കുമ്പോൾ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ആ രീതിയിലാണ് നമ്മളുടെ പോസിറ്റീവ് മനോഭാവം എന്ത് കാര്യത്തെ നമുക്ക് പോസിറ്റീവ് ആക്കി എടുക്കാം. എന്ത് കാര്യത്തെയും അങ്ങനെ പോസിറ്റീവായിട്ട് എടുക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ വലിയ സക്സസ് ഉണ്ടാവുക എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യം. സോ ആദ്യത്തെ കാര്യം ബി പോസിറ്റീവ് എന്നുള്ളത് തന്നെയാണ്. രണ്ടാമത്തെ ഒരു കാര്യം പറഞ്ഞിട്ടുള്ളത്, നമ്മുടെ കൂടെയുള്ളവരോട് നമ്മൾ സ്നേഹം കാണിക്കുക, ദയ കാണിക്കുക എന്നുള്ളതാണ്. അവരോട് പിന്നെ എന്താണ് അവരോട് നമ്മൾ കൈൻഡ് ആയിരിക്കുക എന്നുള്ളതാണ്. എന്നാൽ മാത്രമേ തിരിച്ച് നമ്മളോട് കൈൻഡ് ആയിരിക്കുള്ളൂ. സോ അതാണ് രണ്ടാമത് പറഞ്ഞിട്ടുള്ള കാര്യം. മൂന്നാമത് പറഞ്ഞിട്ടുള്ള കാര്യം നമ്മൾ ജെന്യൂൻ ആയിരിക്കുക എന്നുള്ളതാണ്. നമ്മളെന്താണോ, നമ്മളെങ്ങനെയാണോ, നമ്മൾ അതിൽ പിന്നെ യാതൊരു ഒളിയും മറയും ഇല്ലാതെ എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ വളരെ വളരെ നമ്മളായിട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതേസമയം നമ്മൾക്ക് ഏതെങ്കിലും ഏരിയ ഇമ്പ്രൂവ് ചെയ്യാനുണ്ടെങ്കിൽ, ചിരിക്കാത്ത ഒരാളാണെങ്കിൽ ചിരിക്കണം എന്നുള്ളതാണെങ്കിൽ അവിടെ നമുക്ക് ഫേക്ക് ചെയ്യാം. പക്ഷെ അത് സ്ഥിരമായി നമ്മൾ ഫേക്ക് ചെയ്യുമ്പോൾ അത് നമ്മളുടെ സ്വഭാവത്തിന്റെ ഭാഗമായിട്ട് മാറും എന്നുള്ളതാണ്. അതാണ് മൂന്നാമത്തെ കാര്യം ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുള്ളത്. സോ പിന്നെ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യം ലാസ്റ്റ് ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മൾ കോൺഫിഡൻ്റ് ആയിരിക്കുക എന്നുള്ളതാണ്. നമ്മളിൽ ഏറ്റവും കോൺഫിഡൻ്റ് ആയിരിക്കുക. എന്നാൽ മാത്രമേ ബാക്കിയുള്ളവർ നമ്മളിൽ കോൺഫിഡൻ്റ് ആവും എന്നുള്ളതാണ്. സോ ഈ കാര്യങ്ങൾ നമ്മുടെ ഓർമ്മയിലൊക്കെ ഒരു പക്ഷെ ഇതൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങളായിരിക്കാം. എന്നിരുന്നാൽ പോലും ചില കാര്യങ്ങൾ നമ്മൾ കേൾക്കുമ്പോഴാണ് നമുക്കതിൽ വീണ്ടും മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുക എന്നുള്ളത് എനിക്ക് തോന്നിയിട്ടുള്ളത്. ദെൻ ഒരു കാര്യം കൂടി ഈ ഒരു പ്രോഗ്രാമിനെ പറ്റി കൂട്ടിച്ചേർത്ത് ഞാൻ അവസാനിപ്പിക്കുകയാണ്.
ആഹ് ഈ ഒരു ഈ ഒരു ഒഴുക്ക്, ഈ ഒരു പുഴയുടെ ഒഴുക്ക് അങ്ങനെ തുടരട്ടെ. ഒരു വേനലിലും വറ്റാതെ, ഒരു ഒരു പ്രകൃതി ദുരന്തങ്ങളിലും അല്ലെങ്കിൽ ഒരു പ്രകൃതിയുടെ യാതൊരു മാറ്റങ്ങളിലും നീരുറവ് വറ്റാതെ, ഒഴുക്ക് നഷ്ടപ്പെടാതെ ഇതങ്ങനെ സ്ഥിരമായി ഒഴുകിക്കൊണ്ടിരിക്കട്ടെ. ഒരുപാട് മനസ്സുകളെ കുളിരണിയിച്ചുകൊണ്ട്, ഒരുപാട് കൃഷിയിടങ്ങൾക്ക് വെള്ളം നൽകിക്കൊണ്ട് ഇതങ്ങനെ ഒഴുകട്ടെ, നിർത്താതെ നിർത്താതെ. താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു സർ. താങ്ക് യു സോ മച്ച് സർ. അപ്പോൾ നമുക്ക് നമ്മുടെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് 1700-ാമത്തെ എപ്പിസോഡാണ് നമ്മുടെ ബി മാജിക് എന്ന് പറഞ്ഞത്. 1700 ഡേയ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഡേ തന്നെ നല്ലൊരു ടോപ്പിക്കായിട്ട് നല്ലൊരു സെഷൻ തന്നെ. താങ്ക് യു സോ മച്ച് സർ. അപ്പോൾ ഇതിനൊരു ഫീഡ്ബാക്ക് പറയാം. രണ്ടുപേരൊന്ന് ഹാൻഡ് റൈസ് ചെയ്ത് സംസാരിക്കാവോ? ഓക്കെ, ഉണ്ണികൃഷ്ണ സർ. ഹലോ ഗോപിക, ഞാൻ മാഡാണ്. സാറേ, വളരെ നല്ലൊരു ക്ലാസ്. എനിക്ക് ഇതിന്റെ ഫീഡ്ബാക്ക് പറഞ്ഞ സാറ് 5 പോയിന്റ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ വളരെയധികം നമ്മളെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ്. എനിക്കൊരു അനുഭവമാണ് ഇതിൽ പങ്കുവയ്ക്കാനുള്ളത് എല്ലാവർക്കും വേണ്ടിയിട്ട്. ഞാനിപ്പോ കുറച്ച് ദിവസമായി ബി മാജിക്കിൽ കയറിയിട്ട്. കാരണം എൻ്റെ അച്ഛൻ്റെ ജ്യേഷ്ഠൻ, വല്യച്ഛൻ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊരു സൂയിസൈഡ് ഉണ്ടായിരുന്നത്. അതിനിപ്പോ 16 ദിവസം കഴിഞ്ഞു. സഞ്ചയനൊക്കെ കഴിഞ്ഞിട്ടാണ് ഇപ്പൊ ഇരിക്കുന്നത്. പക്ഷെ ഞാനിപ്പോ സാറ് പറഞ്ഞ ഈ 5 പോയിന്റ്, അത് അവരുടെ 82 വയസ്സുണ്ട്. ഞങ്ങളുടെ വല്യച്ഛന് 82 വയസ്സിൽ ഈ ഒരു അറ്റംപ്റ്റ് ആളുടെ ഭാഗത്തുനിന്ന് ഒരിക്കലും വരാൻ ചാൻസ് ഇല്ല. അതായത് അത്രയും സ്ട്രോങ് പേഴ്സൺ ആണ്. പക്ഷെ അവരുടെ ദാമ്പത്യം എന്ന് പറഞ്ഞ വല്യച്ഛനും വല്യമ്മയും കുറച്ച് വിദ്യാഭ്യാസം കുറവാണെന്നുണ്ടെങ്കിലും അവര് നന്നായി സ്നേഹത്തോടു കൂടി ജീവിച്ചിരുന്ന ഒരു ഫാമിലിയാണ്. അപ്പൊ വല്യമ്മ മരണപ്പെട്ടിട്ട് 3 വർഷമായി. ആ കോവിഡിന്റെ സമയത്താണ് വല്യമ്മ മരണപ്പെടുന്നത്. അതിനുശേഷം വല്യച്ഛൻ ഭയങ്കര ഡള്ളായിരുന്നു. പക്ഷെ ഫംഗ്ഷനൊക്കെ വരുമ്പോ, എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ വരുമ്പോ ആള് ഭയങ്കര ഡള്ളാണ്. വല്യമ്മ ഇല്ല എന്നുള്ള ആ ഒരു ദുഃഖം ഉണ്ടായിരുന്നു. അവര് പറഞ്ഞ എപ്പോഴും ഒപ്പം എല്ലാ സമയത്തും. നമുക്ക് അവര് രണ്ടുപേരെന്നെ ഒരുമിച്ചല്ലാതെ ഒരു ഭാഗത്തും നമുക്ക് കാണാൻ കഴിയില്ല. 82 വയസ്സായ വ്യക്തികളാണെന്നുണ്ടെങ്കിലും ഒരു ഭാഗത്ത് നമുക്ക് കാണാൻ കഴിയില്ല. അങ്ങനെയുള്ള ആ ഒരു 2 വ്യക്തികളാണ് അവര്. അപ്പൊ വല്യമ്മ മരണപ്പെട്ടതിന് ശേഷം തന്നെ വല്യച്ഛൻ ഒരുപാട് തകർന്നു പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന്നൊക്കെ ആള് സ്വയമായിട്ട്, ആളുടെ ആ ഒരു സ്ട്രോങ് പേഴ്സൺ ആയതുകൊണ്ട് തന്നെ ആൾ അതൊക്കെ തരണം ചെയ്ത് വന്നു. 3 വർഷം വീണ്ടും ജീവിച്ചു. പിന്നീട് വല്യച്ഛനൊരു മോളാണുള്ളത്. അപ്പൊ എന്തോ അവിടെ എന്താ സംഭവം എന്നറിയില്ല. വല്യച്ഛൻ പെട്ടെന്ന് മരണപ്പെടുകയാണ് ചെയ്തത്. പക്ഷെ അവര് ഇപ്പോഴും വല്യച്ഛന്റെ അലമാര നോക്കുന്ന സമയത്ത് വല്യമ്മയുടെ സാരികള് അതിലുണ്ട്. ഈ 82 വയസ്സായ ആളുടെ ഉള്ളിലത്തെ ആ ഒരു പ്രണയമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അവര് തമ്മിലുള്ള ദാമ്പത്യത്തിന്റെ ആ ഒരു കെട്ടുറപ്പ്. ആ ഒരു സാരി എടുത്ത്, അതിൽ നിന്നൊരു സാരി എടുത്തിട്ടാണ് ആളിപ്പോഴും ഉറങ്ങുന്നത്. അപ്പൊ എന്താ വെച്ചാ വല്യച്ഛന് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടായിരിക്കും. എന്തെങ്കിലും മാനസികമായിട്ടുള്ള ഒരു പ്രശ്നം, അല്ലെങ്കിൽ വല്യമ്മ ഇല്ല എന്നുള്ള ഒരു ദുഃഖമായിരിക്കാം. ചിലപ്പോ വേറെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞായിരിക്കും. ഒരു മോളാണ് ഉള്ളത്, അപ്പൊ എന്തെങ്കിലും വിഷയം ഉണ്ടാവും. പക്ഷെ അത് ഒരാളോട് തുറന്ന് പറയാൻ വല്യച്ഛന് ആരും ഇല്ല. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളൊക്കെ ഇങ്ങനെ വീടുകളിലല്ലേ, അപ്പൊ ഒന്നും പറയാനില്ലാതെ വന്നപ്പോ ലാസ്റ്റ് ആള് ചെയ്തൊരു കാര്യമാണ്. ഇപ്പൊ സാറ് ഈ പറഞ്ഞ കാര്യങ്ങള് അവരുടെ ജീവിതത്തില് കറക്റ്റാണ്. എല്ലാ കാര്യങ്ങളും. ഇനി എത്ര വല്യച്ഛൻ ദേഷ്യപ്പെട്ടാലും വല്യമ്മ അതൊക്കെ സാരില്ല എന്ന് പറഞ്ഞ് വീണ്ടും വല്യമ്മ അതിനൊക്കെ ഒരു സൊല്യൂഷൻ ഉണ്ടായിരുന്നു. ഇപ്പൊ അസുഖമായി കിടക്കുകയാണെന്നുണ്ടെങ്കിൽ വല്യമ്മ ഒരുപാട് ശുശ്രൂഷിക്കായിരുന്നു. അതൊക്കെ ആള് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എപ്പോഴെങ്കിലും കാണുമ്പോഴൊക്കെ ഇങ്ങനെ പറയും. പക്ഷെ ഇത് വല്ലാത്തൊരു അവസ്ഥയായി. അപ്പൊ എന്തായാലും എനിക്ക് ആ ഒരു അനുഭവമാണ് ഇതില് സാറ് പറഞ്ഞ ഈ കാര്യങ്ങൾ നമ്മൾ പരമാവധി പറഞ്ഞ പോലെ ഒരാളെ വിഷമിപ്പിക്കാതിരിക്കുക. അതേപോലെ തന്നെ നമ്മൾ ജെന്യുവൻ ആയിട്ട് തന്നെ എല്ലാവരും ഇഷ്ടപ്പെടുക. അവരിങ്ങോട്ട് തിരിച്ചു വേണ്ടോ ഇല്ലേ എന്നുള്ളത് നമുക്ക് നോക്കണ്ട. പക്ഷെ നമ്മൾ ജെന്യുവൻ ആയിട്ട് തന്നെ നമ്മൾ ചെയ്യുക, ആത്മാർത്ഥമായിട്ട് അവര് മനസ്സിലാക്കുക. അതുപോലെ തന്നെ പ്രത്യേകിച്ച് നമ്മുടെ ദാമ്പത്യത്തില് നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കിയിട്ട് ജീവിക്കുക. ഓക്കെ, താങ്ക് യു സാർ. താങ്ക് യു സോ മച്ച്. വല്ലാത്തൊരു അനുഭവമായി. ഓക്കെ, താങ്ക് യു. താങ്ക് യു പ്രീത മാം. താങ്ക് യു സോ മച്ച്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ആരാ സംസാരിക്കുന്നത്? ഒരാളും കൂടെ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യാവോ? ഓക്കെ, ഗുഡ് മോർണിംഗ് ടു ആൾ. ഓക്കെ, പറഞ്ഞോട്ടെ? ഓ പറഞ്ഞോളൂ മാം. ഓക്കെയാണ്. ഓക്കെ,
നമ്മുടെ ബിമാജിക്കിന്റെ ഒരു സ്പെഷ്യൽ ഡേ ആണ്. ആ സ്പെഷ്യൽ ഡേയിൽ സ്പെഷ്യലായിട്ട് തന്നെ നമ്മുടെ മനസ്സിലേക്ക് ആഴത്തിൽ ഇറങ്ങി വരുവാൻ നമ്മുടെ സാറിന് സാധിച്ചിട്ടുണ്ട്. സാറിന്റെ അനുഭവമാണേലും പറഞ്ഞു. തീർച്ചയായിട്ടും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഓരോ എന്താണ് അനുഭവങ്ങൾ, അത് നല്ലതാവാം, മെയിനായിട്ടും ചീത്താന്നും പറയാൻ പറ്റത്തില്ല. എന്നാലും അതൊക്കെ വരുമ്പോഴാണ് നമ്മൾ കൂടുതലും സ്ട്രോങ് ആകുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എൻ്റെ ജീവിതത്തിലും അതുപോലെയുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമ്മുടെ കൂടെ ആള് വേണം, അല്ലെങ്കിൽ നമ്മളെ ആൾക്കാർ സ്നേഹിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സാറ് പറഞ്ഞ പോയിന്റ്സ് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയാൽ മാത്രമേ അത് സാധിക്കത്തുള്ളൂ. അപ്പൊ അതിലൊരു പോയിന്റ്, എന്നെ സ്ട്രൈക്ക് ചെയ്ത പോയിന്റ് എന്താന്ന് ചോദിച്ചാൽ, നമ്മൾ ഫേക്ക് ആകാതിരിക്കുക. അതിൽ സാറ് പറഞ്ഞു എന്താണ്, നാം കുറച്ചു കാലം ഫേക്ക് ആയിട്ട് ചെയ്താൽ പോലും അത് നമ്മുടെ ജീവിതത്തിന്റെ അല്ലെങ്കിൽ സ്വഭാവത്തിന്റെ ഭാഗമായിട്ട് മാറുമെന്നുള്ളത് ശരിയാണ്. ഞാനും ആരെയും കാണുമ്പോഴൊന്നും ചിരിക്കാറില്ലായിരുന്നു. പക്ഷെ ഞാൻ മനഃപൂർവ്വം ആ ഒരു ആൾക്കാരെ കാണുമ്പം ചിരിക്കാൻ ഇങ്ങനെ ഉള്ളിൽ നിന്നുള്ള ഒരു പ്രേരണ കൊണ്ട് ചിരിച്ച് ഇപ്പൊ എനിക്ക് ആരെ കണ്ടാലും അത് എന്റെ സ്വഭാവത്തിന്റെ ഭാഗമായിട്ട് മാറി. അവര് ശരിക്കും ഇതെന്താണ് ഈ സ്ത്രീ ചിരിക്കുന്നതെന്ന് വരെ വേണമെങ്കിൽ ചിന്തിക്കാം. നമ്മളത് ചിന്തിക്കുന്നില്ല. നമ്മൾ അങ്ങോട്ട് അവരെ ചിരിച്ചു കാണിച്ചിട്ട് നമ്മളങ്ങോട്ട് അവരെ മൈൻഡ് ചെയ്തിട്ട് നമ്മൾ മുമ്പോട്ട് പോകുന്നു. തീർച്ചയായിട്ടും നല്ലൊരു ക്ലാസ് ആയിരുന്നു. എല്ലാവരുടെയും ഹൃദയത്തില് സാറിന്റെ വാക്കുകളുണ്ട്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു വെരി മച്ച്. ഓക്കെ, താങ്ക് യു സോ മച്ച് മാം. ഓക്കെ, ഇനി ആരെങ്കിലും സംസാരിക്കുന്നുണ്ടോ? ജെബിൻ KP, ജെബിൻ മാം ഒന്ന് അൺമ്യൂട്ട് ചെയ്യാവോ? ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്താൽ മതി മാം. ഹലോ. ഓക്കെ, ഇനി താഹിസ്, നമുക്ക് ഈ ഒരു സെഷൻ തന്നതിന് ഒരുപാട് താങ്ക്സ്. അപ്പം ഇനി ഒരുപാട് സെഷൻസ് സാറിന്റെ ഭാഗത്ത് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ടീം മെമ്പേഴ്സിന് ഇനി എന്തെങ്കിലും ഫീഡ്ബാക്കോ കാര്യങ്ങളോ സംസാരിക്കണമെങ്കിൽ നമ്മുടെ ഗ്രൂപ്പ് ത്രൂ അറിയിക്കാം. ഓക്കെ, ഇനി താങ്ക് യു സോ മച്ച് ടു ഓൾ. അപ്പം നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് സക്സസിലേക്ക് നമ്മുടെ ബിമാജിക്കിനെ കൊണ്ടുപോകാനുണ്ട്. അപ്പം എല്ലാവരുടെ സപ്പോർട്ടും കാര്യങ്ങളും പ്രതീക്ഷിക്കുന്നുണ്ട്. ഇനി താങ്ക് യു സോ മച്ച് ടു ഓൾ. അപ്പം എല്ലാവരും ഒന്ന് ലീവ് ചെയ്തോളൂ. Thank you, Sahil sir. Thank you all. Thank you very much. Thank you. Thank you, sir. Thank you.